ഓൾറെഡി ഇപ്പൊ തമിഴിലാണ് ഇപ്പൊ പിടിയിട്ടിട്ടുണ്ടാവും. എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയുടെ 100% നീതി പുലർത്തിയിട്ടില്ല. ഒരു 50% ഒക്കെയാണ് ആ ഒരു ടച്ചിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിനും ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഒരു 50% ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു ഇതുപോലെയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി എന്തിനാ ഇതിലിരുന്ന് ഇങ്ങനെ തള്ളിമറിക്കണേ. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നിട്ട് ഞാൻ പറയാറ് ഇഷ്ടമായില്ലെങ്കിൽ എന്താ അടുത്ത വീഡിയോയിൽ പോയോന്നേ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമാകാതിരിക്കില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഒരു 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് 2 ചേരുവകൾ, പിന്നെ ഉപ്പ് വേണം, പിന്നെ നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യണത് വേപ്പില. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി 2 ചേരുവേ ഉള്ളൂ നമുക്ക്. അത് വെച്ചിട്ട് ഒരു കിഡിലൻ ചിക്കൻ്റെ ഇത് നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ് കുറെ പേര് തയ്യാറാക്കി നോക്കിയിട്ടുള്ളതാണ്. ഇത് അതിലും സിമ്പിൾ, പക്ഷെ രുചിയിലോ നോ കോംപ്രമൈസ്. എനിക്ക് അങ്ങനെ രുചി വിട്ടിട്ട് കറികൾ ഉണ്ടാക്കുന്ന രീതി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചിലപ്പോൾ ഇപ്പൊ എന്റെ രീതിയിൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. എനിക്ക് പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ രുചി വരുത്താൻ ശ്രമിക്കാറുണ്ട് എല്ലാ കറികളിലും. അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ചിക്കന്റെ എളുപ്പത്തിൽ അങ്ങനെ ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു 2 കാലാണ്. പിന്നെ കുറച്ച് ഇറച്ചി കഷ്ണം ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേറെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ 1 കിലോന്റെ ചിക്കനാണ് ഞാൻ പകുതി എടുത്തേക്കണത്. 1/2 കിലോനാണ് ഇപ്പൊ അതുകൊണ്ട് ഇതിലുള്ളത്. 1/2 കിലോ ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഒരു കിടില റെസിപ്പി വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിടിലൻ ചിക്കൻ. അത് നിങ്ങൾ കാണുന്നേ വേണം. അതിപ്പോ ഞാൻ കൂടെ ഇനി തള്ളി മറക്കണില്ല അതിനെ കുറിച്ച്. അത് നമുക്ക് ആ വീഡിയോയിൽ തള്ളി മറക്കാം. അപ്പൊ ഇതിലിപ്പോ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ 2 കാലി പീസാണ്. പിന്നെ അതിലേക്ക് എടുത്തതിന്റെ ബാക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ടോട്ടൽ ഒരു 1/2 കിലോ ഉണ്ട്. ഞാൻ ഇതിന്റെ വെയിറ്റ് നോക്കിയപ്പോ 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ സവോള വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു സവോള വറുത്തെടുത്തതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലിൽ കേട്ടോ. പിന്നെ ഇനി വേറെ ഓയിലൊന്നും നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ട. ഈ ഓയിലും ഈ സവോളയും എല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ സവോളയുടെ ഫ്ലേവർ ഒക്കെ ഈ ഓയിലിലേക്ക് ആയിട്ടുണ്ടാവും. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇട്ടാ. അതെ ഇവ നമുക്ക് വേണ്ട. ഈ കുരു എടുത്ത് മാറ്റിയാ പോർന്നു. കുരു വേണ്ട. കുരു ഇല്ലാതെ ഒരു പകുതി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ബാക്കി പകുതി നമുക്ക് ചോറിലേക്ക് ചേർക്കണം. ബാക്കി പകുതി മാറ്റി വെക്കാം കേട്ടോ. 1/2 കിലോന്റെ ചിക്കന്റെ അളവിലേക്കാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരെണ്ണം വറുത്തത്, ഒരെണ്ണം വെറുതെ അരിഞ്ഞെടുത്തത്. ഇനി അതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെള്ളുള്ളിയും ചതച്ചത് പോട്ടെ ഞെടുത്തത് അത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 പിടി മല്ലിയുടെ അല്ല. ഫ്രഷ് കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് തന്നെ ചേർക്കുക കേട്ടോ. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഫ്രോസൺ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഫ്ലേവർ. 1 പിടി മല്ലിയല, ഒരു 1/2 പിടി നമ്മുടെ പുതിനയുടെ അല്ല കേട്ടോ. തണ്ടും കോച്ചിലൊക്കെ ഉണ്ടായിക്കോട്ടെ. ഈ ഒരു തണ്ട് വേണ്ട നമുക്ക്. ഇത്തിരി കനുള്ള പോലെ ഉണ്ട്. ഇത്തിരി കനം കുറഞ്ഞ തണ്ടും കോച്ചിലൊക്കെ ആവാം. അവിടെ എടുക്കാം. ഇത് അവിടെ എടുക്കാം. അപ്പൊ 1 പിടി എന്താ പറയാ പുതിനയുടെ അല്ല. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് തൈര് വേണം. ഞാൻ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്റെ ഒരു ഊഹപ്രകാരം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണിനടുത്തൊക്കെ വേണ്ടി വരണം. എനിക്ക് ചേർത്ത് കൊടുത്താലും അറിയുള്ളൂ. ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ കൈക്കണക്കാണല്ലോ ചേർക്കാറ്. അപ്പൊ ഇതിലേക്ക് ഒരു 4 ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണിനടുത്ത് തൈര് കേട്ടോ. കട്ടത്തൈര്. നാട്ടിലെ തൈര് ചിലപ്പോൾ നല്ല പുളിയുള്ളതാവും. അപ്പൊ നമ്മൾ ഇത്രയും ചേർക്കേണ്ട ആവശ്യം വരില്ല. 3 ഒക്കെ മതിയാവും കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ 3 ഒക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഒരു 1.5 അരി ആവാം, പ്രശ്നമൊന്നുമില്ല. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, ഇത്ര മതി. 1 ടീസ്പൂണ് നമ്മുടെ പച്ചമുളക് അരച്ച് വെച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 2-3 പച്ചമുളക് ചതച്ചിട്ടാലും മതി. അപ്പൊ ഇനി ഇതെല്ലാം നമ്മുടെ കൈ വെച്ചിട്ട് നല്ല ഇതിലേക്ക് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ ചിക്കനിലേക്ക്. ഞാനിപ്പോ ഇളക്കി നോക്കിയപ്പോ എനിക്ക് ഇച്ചിരി മുളക് പൊടി വേണം തോന്നി. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ടോട്ടല് 2 ടീസ്പൂൺ മുളക് പൊടി വേണം കേട്ടോ. ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മളിത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് തിരുമിയിട്ട്. ഇത്ര മതി. ഇനി ഇത് നിങ്ങൾ എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. തലേദിവസം ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ട് കാലത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. പുറത്ത് വയ്ക്കരുത് കേട്ടോ. കേടായി പൂവും ഫ്രിഡ്ജിൽ വെച്ചോളൂ. അപ്പൊ നല്ല മസാലയും പിടിക്കും. ചുരുങ്ങിയത് 1 മണിക്കൂർ വെച്ചാൽ ഒന്നുകൂടി രുചി ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് തീരെ സമയമില്ലേ അപ്പൊ തന്നെ ചെയ്യാം. ഒരു പ്രശ്നവും അപ്പോഴും രുചിയൊക്കെ ഉണ്ടാവും. പക്ഷെ മസാല നല്ലോണം പിടിക്കണമെങ്കിൽ കുറച്ചു നേരം വെച്ചാൽ നല്ലതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ ഞാനത് എടുത്തെടുത്ത് പറയണില്ല. അപ്പൊ ഇത് ഇനി ഞാൻ ഒരു മണിക്കൂർ ഞാനിവിടെ സെറ്റ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ ഞാനിപ്പോ ഒരു 1 മണിക്കൂറിന്റെ മീതെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കുക. അതിൽ വേറെ ഒന്നും ചേർക്കണ്ട. തീ ഓൺ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. അപ്പൊ തന്നെ അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും.
നമുക്കൊന്ന് ഇതിലത്തെ സാധനങ്ങളെ പച്ചമണം പോണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഇത് കണ്ടോ ഇതുപോലെ എണ്ണ തെളിയണ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റ്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഒന്നാം തൈരിൻ്റെയും ഇതിൻ്റെയൊക്കെ പച്ചക്കുത്ത് നമുക്ക് പോയി വെടുപ്പായി കിട്ടിയിട്ടുണ്ട്. വെടുപ്പെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് അല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായതിനു ശേഷം അവസാനം ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അത് വിഷയമുള്ള കാര്യമല്ല. ഇനി ഇതോടെ ഇരിക്കട്ടെ, ഇളക്കാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ അരിയുടെ കാര്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ ക്യാമറ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ചധികം വെള്ളം എടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കറുവപ്പട്ട ഇലക്ക വയനയിലൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിത് ലോങ് ഗ്രെയിൻ ബസ്മതിയാണ് എടുത്തേക്കണേ, ജീരകശാല അല്ല കേട്ടോ. 1.5 കപ്പോളം അരി ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പില് 1.5 കപ്പ് ശരിക്കും എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഒരു 3 പിടി കണക്ക് കേട്ടോ. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി ആ അരി ഞാനൊരു 10 മിനിറ്റ് കഴുകിയിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനുള്ളതാ. ഇത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ കൂടുതൽ വെച്ചാലും പ്രശ്നമില്ല. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ പകുതി ഉണ്ടല്ലോ, അതിന്റെ നീര് ആ കുരുവിനായിരിക്കും വീഴ്ത്തരുത് കേട്ടോ. ആ നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരികളൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. റൈസ് നല്ലോണം തിളച്ച് ഒരു 10 മിനിറ്റ് തിളച്ചു. ഞാനൊരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അരി കയ്യിൽ വെച്ചിട്ട് പിടിക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ 2ആയിട്ട് പൊട്ടി വരും. ഇത്രയും വേവിലെടുത്താൽ മതി. നമുക്ക് ഇതിൽ ഞാൻ സായി ജീരകം എന്ന് പറയും, ബിരിയാണി ജീരകം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അപ്പം അതില്ലെങ്കിൽ നിങ്ങൾ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തോട്ടോ. നല്ലൊരു മണം കിട്ടും നമ്മുടെ റൈസിന്, ബിരിയാണി ജീരകം ഇല്ലെങ്കിൽ. അപ്പൊ അതും കൂടി ഇട്ടോളോ, വിട്ടു പോരുത്. ഇനി ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഈ ചോറിന് കണ്ട നമ്മുടെ അരിയിൽ നിന്ന് ഞാൻ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതേ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ മീതയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ അരി ഇതുമ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ബിരിയാണി എസൻസ് ആണ് കേട്ടോ, പൈനാപ്പിൾ എസൻസ് അല്ല ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പൈനാപ്പിൾ ഒഴിക്കാം, പക്ഷെ ബിരിയാണി എസൻസ് ആണ് ഇതിന് നല്ലത്. പൈനാപ്പിൾ ആകുമ്പോൾ വേറൊരു മണം വരിക. സാഫ്രോൺ ഒരു 2 മിനിറ്റ് ഒന്ന് പാലിൽ കുതിർത്തി വെച്ചാൽ മതി. ഏതായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം പ്ലെയിൻ ആയിട്ട്, അല്ലെങ്കിൽ പാലിൽ ഇതുപോലെ സാഫ്രോൺ ഇട്ട് വെച്ചിട്ട് ചേർക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് അതുപോലെ തന്നെ മീത് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം. ഈസി ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ നിൽക്കണില്ല. ചെയ്തുകൊണ്ട് ഇപ്പോൾ വിരോധമൊന്നും ഇല്ല, തെറ്റുള്ള കാര്യമൊന്നുമല്ല അതൊന്നും. ഇത് തീ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അയ്യോ സോറി, ബേക്ക് ചെയ്യല്ല, നമുക്കൊരു 35-40 മിനിറ്റ് നമുക്കിത് ചെറുതീയിൽ വെക്കാം. അപ്പോഴത്തേനും ഇത് ദമ്മായി കിട്ടും. അതിന്റെ വേവൊക്കെ കറക്റ്റായിട്ട് വരും. അരിയുടെയൊക്കെ ബാക്കിയുള്ള ആ ഒരു 20% വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 45-40 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇത് ഞാനൊരു 30-35 മിനിറ്റ് 40-45 ഒന്നും എടുത്തിട്ടില്ല കണ്ടോ. നല്ല മണം, പുളി കണ്ടോ. ചോറൊക്കെ നല്ല വളർന്ന് കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനില്ലേ വീഡിയോയില്? വറ്റൻ്റെ കയ്യിലേക്ക് വീണ കൊള്ളൂലോ കർത്താവേ. സൂമാവണൂല്ലേ ദൈവമേ, എന്താ സൂമാവാത്ത? ദേ അടിപൊളി റൈസ് കണ്ടില്ലേ, ഒന്നും ഒട്ടാതെ കറക്റ്റ്. ഞാൻ ഇതിന്റെ വേവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ സൂം ചെയ്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടോ നല്ല പശപ്പെടുത്തായിട്ട് ദേ ഓണം സൂം ഔട്ടാവും. കറക്റ്റായിട്ട് വന്ന് പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നിന്നും കൂടി എടുക്കാം. കണ്ടോ അടിയിൽ നിന്നൊക്കെ കറക്റ്റായിട്ട്. ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അപ്പം നിങ്ങൾക്ക് വൃത്തിയിൽ കാണിച്ചു തരാൻ പറ്റും. ഞാനൊന്നൊരു പ്ലേറ്റിലേക്ക് എടുത്ത് നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ കേട്ടോ. കേട്ടോ മണാണ് സഹിക്കാൻ പറ്റാത്തല്ലേ ഇതിൻ്റെ. ചോറിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ. നീ ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ റൈസ് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നല്ല മണം നല്ല രുചിയൊക്കെ ഉണ്ട്. നല്ല പാകത്തിന് വേവായിട്ട് കിട്ടും. ഈസി ആയിട്ട് തയ്യാറാക്കും ചെയ്യാം. കാണാൻ മനസ്സിലാവണില്ലേ? റൈസൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലെയുള്ള ചോറ് അടിപൊളിയാണ് കേട്ടോ. ഇനി അധികം പറഞ്ഞാൽ മണവും ചൂടൊക്കെ പോവും. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അപ്പൊ നമുക്ക് അടുത്തൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. 1 ടീസ്പൂണോളം മുളക് പൊടി, ഇത്ര മതി. ആരെയും കുളിക്കണിട്ട് ഇതൊക്കെ മുളക് പൊടി കാണിച്ചോട്ടാ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇതെന്താ ലൈറ്റ് ഇല്ലാത്ത? ആ ബിരിയാണി എസൻസ് ഒന്ന് മാറ്റും.
ലൈറ്റ് പെട്ടെന്ന് പോയോ? അയ്യോ ഇതിൽ കറുപ്പിയായിട്ടാ കാണുന്നത്. ലൈറ്റ് മൊത്തത്തിൽ പോയി. ഇവിടെ ലൈറ്റ് ഓഫ് ആയിട്ടോ? ഇത് തുറന്നിട്ടാണല്ലോ. അപ്പൊ സംസാരിക്കരുത് കേട്ടാ. അപ്പൊ നമ്മുടെ ഇത് ഞാൻ